ഹലോ! നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മളെ നിധി കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വന്ന കാര്യം എന്തായാലും സ്റ്റീഫൻ നിധിയുടെ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ ചോദിക്കുന്നുണ്ട് കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അവളുടെ ഒരു ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ സ്റ്റീഫൻ പറയുന്നുണ്ട് ഇവിടെ വന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്റ്റീഫൻ ഒരു നെഗറ്റീവ് ഉദ്ദേശത്തോടു കൂടിയാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമേ അങ്ങനെ ഒരു ഇൻഫോം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും സംഗതി പ്രശ്നമായിട്ടുണ്ട്. സ്റ്റീഫൻ ചേട്ടൻ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിധിയുടെ ചേട്ടൻ എന്തായാലും കോളേജിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ നിധിക്ക് നമ്മളെ സുധീഷിൻ്റെ കോൾ വരുന്നത്. സുധീഷ് എന്തായാലും നിധി പോയതിൻ്റെ ഭാഗമായിട്ട് വിളിച്ച് തിരക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം നിധി പറയാണ് പ്രിൻസിപ്പളിനെ വെയിറ്റ് ചെയ്യാണ്, പ്രിൻസിപ്പൾ എത്താൻ വൈകും എന്നൊക്കെ പറയാണ്. പിന്നെ അച്ഛൻ കൂടെ വന്ന കാര്യം എന്തായാലും നിധി പറഞ്ഞിട്ടല്ല അറിഞ്ഞത്, ഡ്രൈവർ പറഞ്ഞിട്ടാണ്. അതെന്താ എന്നോട് പറയാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നിധിനോട് പറയുന്നുണ്ട് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബിഹേവിയർ മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിൽ ഇറക്കി വിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുകയാണ് അത് ഞാൻ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ ചെയ്താൽ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിന് എന്തായാലും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിധി പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷനും ഉണ്ട്, ഒറ്റയ്ക്കല്ലേ പോയതെന്ന് ആലോചിച്ചിട്ടുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സുധീഷിൻ്റെ മനസ്സിൽ. അങ്ങനെ ആ കോളിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ പ്രിൻസിപ്പൾ വരാൻ പറ്റില്ല, എന്തോ പേഴ്സണൽ കാര്യത്തിന് പോയതാണ്, 3-4 ദിവസത്തിന് അവധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിലെ മേഡം വന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിധിയുടെ ഫ്രണ്ട് ശ്വേത പറയുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നുള്ളൂ, ഞാൻ വന്നിട്ട് ആദ്യമേ അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല എന്നാണ് നമ്മുടെ നിധി പറയുന്നത്. എന്തായാലും നമ്മുടെ ആ മേഡം പറയുന്നുണ്ട് ഇതിനെന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് നമ്മളെ നിധി ചോദിക്കുമ്പോൾ ഇല്ല, ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കണം, ഇങ്ങനെ പോയിന്ന് അവിടുത്തെ FIRൻ്റെ കോപ്പി വന്നിട്ട് ഇവിടെ തരണം, അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തതിന് കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നിധിക്ക് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം മേഡം പറയുകയാണെ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയെങ്കിൽ ഇവിടെ വന്നിട്ടൊരു അപേക്ഷ താന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്വേതയും അവളും കൂടി പോവുകയാണ്. അങ്ങനെ നിധിയും ശ്വേതയും കൂടി അവളുടെ അപേക്ഷയൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് അവൾ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവളുടെ ഏട്ടൻ വണ്ടിയായിട്ട് വരുന്നത് അവളുടെ നേരെ മുന്നിൽ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും. അങ്ങനെ അവൾ പേടിക്കുകയാണ്, ഏട്ടനെ കണ്ട് പേടിക്കുകയാണ്. അങ്ങനെ ഏട്ടൻ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അവളോട് വന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, ഇപ്പം ഞങ്ങൾ അച്ഛൻ്റെ കാശ് കൊണ്ട് പഠിച്ച സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി വരാൻ നിനക്ക് നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് അച്ഛൻ്റെ പണം നിങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ നീ നാണം കെടുത്തുമ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും ഏട്ടനും നല്ല വഴക്കായി. അങ്ങനെ അവൾ പറഞ്ഞു ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് ഞാൻ വാങ്ങിക്കും, അതിന് വാങ്ങിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രോസസ്സ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ ആ അപേക്ഷ ഫോം കാണിച്ചു കൊടുക്കുമ്പോൾ ഓ അതും നീ തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനത് ഒറ്റ വലിയിൽ കീറുകയാണ്, വലിച്ച് ചീന്തുന്നുണ്ട്. എന്തായാലും നിധിയുടെ ചേട്ടൻ, നിധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേട്ടൻ എന്തായാലും ഫോമൊന്നും വാങ്ങി കീറുമെന്ന് ഒരിക്കലും അവൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്തായാലും അതും അവിടെ ആ നടു റോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായി. ഇതെല്ലാം കണ്ട് ഭാസ്കരനച്ഛൻ അവിടെ ക്ഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് കീറിയതോടുകൂടി ഭാസ്കരനച്ഛൻ കയറിയിട്ട് അതിൽ ഇടപെടാൻ ശ്രമിക്കും. അങ്ങനെ അവൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ഏട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ മനസ്സമാധാനം കെടുത്തിട്ട് നീ അങ്ങനെ നല്ലപോലെ ജീവിക്കേണ്ടെന്നൊക്കെ ഏട്ടൻ തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാവുകയാണ്. ലാസ്റ്റ് ചേട്ടൻ കയറിയിട്ട് നിധീനെ അടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മളെ ഭാസ്കരനച്ഛന് ദേഷ്യം വരികയാണ്. അങ്ങനെ അവിടെ വലിയൊരു അടി ഉണ്ടാവുകയാണ്. ഭാസ്കരനച്ഛനും ഇവരെ കയറി അടിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ആ ഡ്രൈവറിൻ്റെ അച്ഛനല്ലേ, കുറേ കാലം ജയിലിൽ കിടന്നതല്ലേ എന്നൊക്കെ ഈ ചേട്ടൻ ചോദിക്കുമ്പോൾ ഭാസ്കരനച്ഛൻ പറയുകയാണ് ഞാൻ കുറേ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ ഇമ്മാതിരി സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, സ്ത്രീകളെ അടിക്കുന്ന സംഭവമൊന്നും ചെയ്തിട്ടില്ല അറിയുമ്പോൾ നമുക്ക് അവിടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഭാസ്കരനച്ഛൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ കഥയിൽ വേറെ എന്തോ ട്വിസ്റ്റ് ഉണ്ടായിരിക്കാം, മേ ബി നമ്മുടെ ഭാസ്കരനച്ഛനായിരിക്കില്ല അമ്മയെ കൊന്നത്, എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ ചിലപ്പോൾ അറിയാമായിരിക്കും. എന്തായാലും ആ ട്വിസ്റ്റൊക്കെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് റിവീൽ ആയാൽ മതിയായിരുന്നു അല്ലേ. എന്തായാലും ഇവിടെ ഏട്ടനും അനിയത്തിയും ഭാസ്കരനച്ഛനും ഡ്രൈവറും എല്ലാവരും പൊരിഞ്ഞ അടിയാണ്. ഈ പരിസരത്ത് നിന്നെ കണ്ടുപോരുത്, നാട്ടിൽ നിന്നെ കണ്ടുപോരുതെന്നൊക്കെ ഏട്ടൻ പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഈ സ്ഥലം മുഴുവൻ നിങ്ങൾക്ക് സ്ത്രീധനമായിട്ട് തന്നതാണോ, ഇത് എൻ്റെ കോളേജിലേക്ക് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വന്നതെന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളാണ് ഇങ്ങോട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും ഒരുപാട് വഴക്കിടുന്നുണ്ട്. എന്തായാലും
ഏട്ടൻ പോയിട്ട് അവസാനം കാറിൽ നിന്ന് കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് എന്തായാലും എല്ലാവർക്കും മനസ്സിലായി. നിധിയാണെന്നുണ്ടെങ്കിൽ ചെവി പൊത്തി നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് അവൾ പേടിക്കുന്നുണ്ട്. എന്തോ ഇവിടെ നടക്കാൻ പോകുന്നു മനസ്സിലായി. എന്തായാലും കത്തി അവൾ നോക്കുമ്പോൾ കത്തി ഭാസ്കരനച്ഛൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഭാസ്കരനച്ഛൻ എന്തായാലും കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് ചോര വരുന്നുണ്ട്. എന്തായാലും വേറെ എവിടെയും തട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും കൈക്കാണ് ഇപ്പോൾ പറ്റിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് അവരെല്ലാവരും പേടിക്കുകയാണ്. അങ്ങനെ അതോട് കൂടിയിട്ട് കോളേജിലെ അധികൃതരൊക്കെ പുറത്തിറങ്ങി വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അപ്പോഴാണ് അവരെല്ലാവരും അറിയുന്നത്. അവർ പറയുന്നുണ്ട് പോലീസിനെ വിളിക്കും, ഈ നിങ്ങളുടെ കച്ചറയും കാര്യങ്ങളൊക്കെ ഗേറ്റിന് പുറത്താണ് വേണ്ടത്, ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് വാച്ച്മാനൊക്കെ വരുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ട് വാച്ച്മാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ, നിങ്ങൾ ഇത് അറിഞ്ഞില്ലായിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ വാടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയുടെ ഏട്ടൻ കൂടെ വന്ന ആളെയും വിളിച്ചുകൊണ്ട് കാർ എടുത്തിട്ട് പോവുകയാണ്. നമ്മളെ നിധിയാണെന്നുണ്ടെങ്കിൽ ഭാസ്കരനച്ഛൻ്റെ കൈ കണ്ടിട്ട് പേടിക്കുകയാണ്, ചോരയൊക്കെ വന്നത് കണ്ടിട്ട്. എന്നിട്ട് അവൾ നിലത്ത് കിടക്കുന്ന അവളുടെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാ നമുക്ക് അച്ഛനെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന ഡ്രൈവറെയും കൂട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അച്ഛൻ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെയാണ് അവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് എന്തായാലും കാണാം. ഇനി അച്ഛൻ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കുമായിരിക്കും. നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം. എന്തായാലും ഇനിയും എന്തൊക്കെയോ ട്വിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.